വി അൻവറിന് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഓഫീസർമാരുടെ അവരുടെ പ്രവൃത്തികളും അത് ഈ സമൂഹത്തിനെ എത്രത്തോളം ദോഷമായി ബാധിക്കുന്നു, എത്രത്തോളം പൊതുപ്രവർത്തകരെ ബാധിക്കുന്നു എന്ന വിഷയം കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും ഞാൻ പൊതുസമൂഹത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് DGPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശക്തമായ നടപടിയുണ്ടാകും. ഈ ഗവൺമെന്റ് നീതിപൂർവമായ നിലപാട് സ്വീകരിക്കും എന്ന് ആവർത്തിച്ച് ഈ സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾക്കകം 3-4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഈ വിഷയത്തിൽ മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസ് IPS ആ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നടപടികളിലേക്ക് കടന്നു എന്നതിന്റെ ആദ്യ സൂചനയാണ് സുജിത് ദാസിന്റെ സസ്പെൻഷനിലൂടെ കേരളീയ പൊതുസമൂഹത്തിന് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ള വ്യക്തമായ സന്ദേശം. അപ്പോ ഞാൻ ആ പരാതിയിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ച 2-3 പ്രധാനമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയം, ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്തും, രണ്ടാമത്തേത് കൊന്നും കൊല്ലിച്ചും മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം പോലീസിലെ ഒരു ക്രിമിനൽ സംഘത്തിനുണ്ടോ, അതുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് വ്യക്തമായി ആ സംശയം പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ മുന്നേ ഞാൻ പ്രകടിപ്പിച്ചാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോ ഈ ഒരു പത്രസമ്മേളനം ഇന്ന് ഞാൻ നടത്തണമെന്ന് ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം നാളെ തൃശൂർ DIG എൻ്റെ മൊഴിയെടുക്കാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ കൂടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. തൃശൂർ IG യെക്കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായൊരു അന്വേഷണം അദ്ദേഹം നടത്തിയേക്കാം. പക്ഷേ ഒരു IG നേരിട്ട് കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ IG നേരിട്ട് താഴേക്കടയിൽ വന്ന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരു ഹയറാർക്കി ഉണ്ടാവും. പോലീസിന്റെ സിസ്റ്റം അതാണ്.